അസ്സലാമലൈക്കും. അയ്യോ ആണ്, ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോൺ ഹാക്ക് ചെയ്ത് എന്താ പറയുക, എൻ്റെ കോണ്ടാക്ട്സ് അതേപോലെ തന്നെ എൻ്റെ ഗാലറി ഫോട്ടോസ് എല്ലാം ചോർത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തോ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ലോൺ, എന്തോ ലോണ് തിരിച്ചടക്കാനോ അങ്ങനത്തെ എന്തോ പറഞ്ഞിട്ടാണ് ഓല് ഇതാക്കുന്നത്. സത്യം പറഞ്ഞാൽ ലോൺ എന്ന് പറയുന്ന സാധനം ഞാൻ അതിൽ നിന്ന് എടുത്തിക്കില്ല, ആ ഒരു ആപ്പിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിക്കില്ല. അപ്പോൾ ഓല് പറയുന്നത് വെച്ചാൽ നിങ്ങളെ ഇത് ഫോട്ടോ നമ്മളെടുത്തിട്ടുണ്ട്, അതായത് ഗാലറിയിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോ ഉണ്ട്, സെൽഫി ഫോട്ടോ. അതിൽ നമുക്കറിയാലോ, കാരണം നമ്മളെ പ്രൈവറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സെൽഫി ഫോട്ടോ ഉണ്ട്, ഒരു കാണാനൊരു തീരെ ഒരു വർക്കത്തില്ലാത്ത ഫോട്ടോ ഓല് ഇതാക്കിയിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അത് മോർഫ് ചെയ്തിട്ട് അതേപോലെ തന്നെ എന്താ പറയുക, ലോൺ ഫ്രോഡ് ഇവരെ സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു അവയർനെസ് പോലെ ആക്കിയിട്ട് ഒരു നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അത് അങ്ങനത്തെ കോലത്തിലാണ് ഇപ്പോൾ ഓല് ചെയ്യുന്നത്, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. അപ്പോൾ സംഭവം വെച്ചാൽ ഞാൻ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സംഭവം ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സംഭവം വെച്ചാൽ ഒന്നുമില്ല, ഒരാഴ്ച മുന്നേറ്റോ എന്താ പറയാ, ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മെസ്സേജിൽ ലിങ്ക് വരും, ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് വന്നിട്ട് മെസ്സേജ് തന്നെ വന്നു, ചാറ്റിൽ മെസ്സേജിൽ വന്നിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതാണ്. നോക്കുന്ന എല്ലാം അലോ കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനത്തെ പണിയാണെങ്കിൽ മുന്നേ അറിയെങ്കിൽ ഞാൻ അലോ കൊടുക്കില്ലല്ലോ. അലോ കൊടുത്ത് ഇതിപ്പോൾ കേട്ടറിവാളൂ. കാരണം ഇങ്ങനെ ലിങ്ക് വന്നാൽ എന്താ പറയുക, ഇടങ്ങാറാവും. കാരണം എല്ലാം ഹാക്ക് ചെയ്യും. അനുഭവമുണ്ട്, പഠിക്കും, അനുഭവമുണ്ട്. കാരണം ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന് രാവിലെ 10:44 എനിക്കാണ് ഫുള്ള് ഷൗട്ട് ചെയ്തിട്ടൊരു വോയിസ് മെസ്സേജ്. നിങ്ങളെ ലോണ് തേങ്ങ വാങ്ങാന്നെല്ലാം പറഞ്ഞ് ഫുള്ള് ഷൗട്ട് ചെയ്തിട്ട് അത് ഞാൻ കാണിച്ചില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനത്തെ ലോണൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഫുള്ള് ഷൗട്ട് ചെയ്തിട്ട് അങ്ങനെ സൈകെട്ടിട്ട് മാക്സ് എന്താ പറയാ, നമ്മളെ വീട്ടുകാരെല്ലാം വിളിച്ചപ്പോ അങ്ങനത്തെ ഒരു ഹറാസ്മെന്റ്, ഒരു എന്തോ ഒരു നമുക്ക് പിന്നെ എന്താ പറയുക, സഹിക്കാൻ പറ്റൂലല്ലോ. കാരണം വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത സാധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചുമ്പോൾ സംസാരിക്കല്ലോ. അപ്പോൾ അങ്ങനെ ഷൗട്ട് ചെയ്ത് അങ്ങോട്ട് തിരിച്ച് നല്ല ഫയർ അങ്ങോട്ടും ചെയ്യും. പിന്നെ നോക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് കാണാം എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ മൊത്തം കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് അയച്ചത് എൻ്റെ ഫാദറിനെ. ഉപ്പ പറഞ്ഞു ഇതെന്താണ് നിന്റെ ഒരു വീഡിയോ വന്നിക്കല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവമാണ്, ഇത് ഫുള്ള് എന്താ പറയാ ഫ്രോഡുകളാണ്, നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ലാസ്റ്റ് എന്താ പറയാ, ഉപ്പാക്കൾ ഇപ്പൊ എനിക്ക് അയച്ചെന്ന് വെച്ചാൽ ഉപ്പാക്ക് അയച്ചു കൊടുത്തെന്നുള്ളൊരു ഇത് മാത്രമാണ്. എനിക്കിപ്പോ ഇൻ കേസ് ചിലപ്പോൾ നിങ്ങൾക്കും വരാം, അപ്പൊ അത് ഇഗ്നോർ ചെയ്തേക്ക്. ചിലപ്പോൾ അതിലൂടെ തന്നെ ലിങ്ക് ആയിട്ടും ഒരു ചിലപ്പോൾ ഇതാക്കും. അത് ദയവ് ചെയ്തിട്ട് നെക്കിപ്പോലെ എൻ്റെ കാണിച്ച സത്യം പറയാം. കാണിച്ച അവരെ ഇതാ ഇപ്പൊ 3:48 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന 3:48 നേരത്തെ ഇതാക്കി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ എന്താക്കി, സൈകെട്ടിട്ട് അവരോട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓലെന്താ ചെയ്യുന്നത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ട് ഓലെന്തോ ഇങ്ങനെ വിളിച്ചടങ്ങാറാക്കുന്ന ശല്യം തന്നെ. അപ്പോൾ ഞാൻ എന്താക്കി, ഇത് മുന്നേ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ എന്താക്കി, സൈബർ ക്രൈമിലേക്ക് ഞാൻ എന്താക്കി എൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ ആക്ഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ എവിഡൻസും കാര്യങ്ങളും എൻ്റെ ചാറ്റ് ലിസ്റ്റും കാര്യങ്ങളും അതേപോലെ തന്നെ അവരെ ബാങ്ക് അക്കൗണ്ട് ഒരു UPI അയച്ചിട്ട് ഞാൻ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിൽ അയച്ചിരുന്നു പറഞ്ഞു. കാരണം വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് കിട്ടിയിരിക്കുന്നത് നല്ലതാണെന്ന് വടകര പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അവർ എനിക്ക് എന്താക്കി തന്ന് അയച്ചാണ്, ഇതിലാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ബാങ്ക് അക്കൗണ്ടും ആ ഓൾഡർ നെയിമും എല്ലാം കൂടിയിട്ട് എന്താക്കി, സൈബർ ക്രൈമിൻ്റെ പോർട്ടലിൽ പോയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്കും പടച്ചോന്ന് അറിയുള്ളൂ അതിനെ എന്താണെന്നുള്ള പോലെ അവർ ആക്ഷൻ എടുക്കുമോ ഇല്ലയോ അതൊന്നും അറിയില്ല. കാണിച്ചാൽ ഞാൻ അതെല്ലാം വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ, കാണിച്ചാൽ എന്തെങ്കിലും
വീഡിയോസ് എൻ്റെ കോൺടാക്റ്റിലുള്ള ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്തേക്കെ. അതേപോലെ തന്നെ ലിങ്ക് അയക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതും ഒന്നും നോക്കാണ്ട് നെക്കാണ്ട് ഒരു എന്താ പറയുക, നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു മെസ്സേജ് ഒരു ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങളെ ഭാഗത്തങ്ങ് പോയത്. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ് വീഡിയോ എടുത്തത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം അത്ര കട്ട ബോറായിട്ടാണ്. ചേട്ടപ്പോ മനസ്സിലായി, കാരണം ശരിക്കും ഓരോന്ന് കേട്ടറിഞ്ഞിട്ടില്ല പറ്റുള്ളൂ. അത് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നല്ല ഭയങ്കര അറ്റാച്ച്മെന്റാണ്. ഒരുപാട് ആൾക്കാർ ഇതിൽ എന്താ പറയുക, കോവിഡ് ടൈമിനകത്ത് ഞാൻ ഒരുപാട് ന്യൂസെല്ലാം കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ കുറേ തട്ടിപ്പും കാര്യങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക, കുറേ ആൾക്കാർ സൂയിസൈഡ് വരെ ചെയ്ത് അയ്യോവിനെ കിട്ടില്ല പറയാം. ഇതെല്ലാം എന്താ പറയുക, ഞാൻ അങ്ങനെ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ സൈബർ ക്രൈമിൻ്റെ എല്ലാം കാലാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ വരും. ദയവ് ചെയ്തിട്ട് ഒരു ലിങ്കിലും കയറിപ്പോലെ, അത്രേ പറയാനുള്ളൂ. ഒരു ലിങ്ക് മതി, നിങ്ങളെ എല്ലാ ഡാറ്റാസും അവർക്ക് കിട്ടാൻ ഒറ്റ ലിങ്ക് മതി. സോ പ്ലീസ്. ഓക്കെ, എന്നാ ശരി, ബൈ.